നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ അഹാന കൃഷ്ണ വീണ്ടും ടോപ്പിക് ഓഫ് ഡിസ്കഷനായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എയറിലേക്ക് പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത്തവണ അഹാന ഒറ്റയ്ക്കല്ല, കൂടെ പകുതി ദൂരം ഇഷാനിയുണ്ട്, ഇഷാനി കൃഷ്ണ. വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി, സൺഡേ വേറെ കുറച്ച് പരിപാടികൾക്കായിട്ട് അങ്ങനെ ബിസി ആയിപ്പോയി. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളേക്ക് അയച്ചു തന്ന സമയത്ത് പല ആൾക്കാർ നമുക്ക് ഷെയർ ചെയ്ത് തന്നപ്പോൾ ഞാൻ ഇവരുടെ ചാനലിൽ പോയി നോക്കി. ഫസ്റ്റ് ടൈം ചാനലിൽ പോയി നോക്കിയപ്പോൾ അതിൽ കമൻസിൽ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കമൻറ്റ് അവിടെ ഇല്ല, കമൻറ്റ് ബോക്സ് മോഡറേറ്റഡ് ആണ്. നമ്മൾ പലപ്പോഴും ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് ആണ്. കമൻറ്റ് ബോക്സ് എന്നാൽ ഒരാളൊരു സോഷ്യൽ മീഡിയയിൽ അവരുടെ ഓൺ കോണ്ടൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആൾക്കാർ എന്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഐഡിയാസും കാര്യങ്ങളും. ഐഡിയ അല്ല, നമുക്ക് അതിൽ നമുക്ക് ഒരു സംസാരിക്കാനുള്ളൊരു വിഷയം കിട്ടുക. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കമൻറ്റ് ബോക്സ് മോഡറേറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫാമിലിനെ കുറിച്ച് പല ഡിസ്കഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്ന ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. റെഫർ ചെയ്യുന്ന ഒരു ബുക്ക് എന്താ വെച്ചാൽ റെഡിറ്റാണ്. നിങ്ങൾ എത്ര പേര് അറിയുന്നറിയില്ല. ഈ ഗോസിപ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യം, ഗോസിപ്സ് എന്ന് പറഞ്ഞാൽ വെറും ഗോസിപ്പ് മാത്രം വേണമെങ്കിൽ കണക്കാക്കാം, പലതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നോക്കാൻ പറ്റിയ സംഭവമാണ് റെഡിറ്റ്. അതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അവിടെ അങ്ങനെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും ഡിസ്കഷൻസ് നടക്കും. ചില ആൾക്കാർ പോസ്റ്റ് ചെയ്യും, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും, കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് പറയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ, എനിത്തിങ് എന്ത് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് അടിയിൽ ആൾക്കാർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെ റെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ദിവസമായിട്ടുള്ള ആക്റ്റീവ് ഡിസ്കഷനാണ് ഇവർ. അതായത് അവർക്ക് അതിലുള്ള പേര് എന്ന് പറഞ്ഞാൽ ക്രീ ഫാം എന്നാണ്, കൃഷ്ണകുമാർ ഫാമിലി, അല്ലെങ്കിൽ ക്രിക്കു എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറാണ്. അഹാന കൃഷ്ണ അക്രി, സിന്ധു കൃഷ്ണ സിക്രി, പിന്നെ ദിയ കൃഷ്ണ ഡിക്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളുണ്ട് അവർക്ക്. അങ്ങനെ അതിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആയിരുന്നു അമ്മൂമ്മ ക്രി. അമ്മൂമ്മയുടെ കൃഷ്ണകുമാർ ഒരു അമ്മൂമ്മ ഉണ്ടല്ലോ, അതിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തീർന്നു വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല. പല ആൾക്കാരും എനിക്ക് അയച്ചു തന്നൊരു കാര്യമുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. കാരണം ഞാൻ ഓൾറെഡി അവരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോൻ്റെ വ്ളോഗിൻ്റെ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് പിന്നെ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷേ വളരെ ക്വിക്കായിട്ട് പറഞ്ഞിട്ട് പോവാം. ഫാമിലി മൊത്തം ഒരു പ്രത്യേക ടൈപ്പ് ഫാമിലിയാണ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഒരു പ്രത്യേക ടൈപ്പ് ഫാമിലിയാണ്. ഒരു ഭാഗത്ത് അമ്മൂമ്മയും ടീമും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് അവരും രണ്ട് ടീമും മോശമല്ലേ. ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതെന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് സ്വന്തം വീട്ടിലെ CCTV, സ്വന്തം അമ്മയുടെ വീട്ടിലെ CCTV, അമ്മയുടെ അല്ല, സ്വന്തം അമ്മയുടെ വീട്ടിലെ CCTVയിൽ അമ്മ സ്വന്തം അച്ഛനെ ഇതുപോലെ ചെരുപ്പെടുത്തടിക്കുകയെ എന്തോ ആ ഒരു സംഭവം CCTV ക്യാപ്ചർ ചെയ്ത സാധനം തപ്പിത്തെരഞ്ഞ് ദിവസമടക്കം കണ്ടുപിടിച്ചിട്ട് അത് റാൻഡമായിട്ട് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ റാൻഡമായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു മകള്, അതാണ് സിന്ധു കൃഷ്ണ. ഓക്കെ, ഇതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, എന്താണ് അമ്മൂമ്മനായിട്ട് പ്രശ്നം നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് പലരും മാറി മാറി പറഞ്ഞിട്ടും എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അമ്മൂമ്മ വളരെ മോശമായിട്ടാണ് ഈ ഒരു അപ്പൂപ്പനെയും ഇവരെയൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ഒന്നും എനിക്ക് കമൻറ്റ് ചെയ്യാൻ പോലും അറിയാത്തൊരവസ്ഥ. കാരണം നമ്മുടെ ഒന്നും ഫാമിലിയിൽ ഇല്ല ഇഷ്ട, സത്യം പറയാലോ. ഞാൻ പലപ്പോഴും ഇവരുടെ കേസ് എടുത്ത് പറയുന്ന സമയത്ത് പറയും വി ഡോണ്ട് ഹാവ് ഗുച്ചി. നമുക്ക് ഗുച്ചിയും പ്രാഡയും എന്താ പറയുക ഗിവൻഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എന്താ പറയുക ലൂയി വുട്ടോൺ ഇങ്ങനത്തെ സംഗതികളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാൻ, നമ്മളൊന്ന് പറയാനുള്ളൊരു സംഭവം കൂടി ഞാൻ അയ്യോ വണ്ടറടിച്ചു പോയി. കാരണം അങ്ങനത്തെ കാര്യമാണ് അമ്മൂമ്മക്രി കൊച്ചുമകളെയും അപ്പൂപ്പനെയും കൊച്ചുമക്കളെയും അമ്മയൊക്കെ മക്കളൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന് ബദലായിട്ടാണ് ഈ ഇതിൻ്റെ വക മറ്റേ ബിച്ചും മച്ചുമൊക്കെ പാടെ വന്നിട്ടുള്ളത്. ഒന്നും പറയല്ല ഇഷ്ടം. ഞാൻ ആ വഴിക്കേ തിരിയുന്നില്ല, ഒരു അഭിപ്രായമില്ല. ചില കേസിൽ നമ്മൾ ഏറ്റവും വലിയ സംഭവം നമുക്കൊരു അഭിപ്രായം പറയാനില്ലാത്തൊരു കേസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് അവരുടെ ആ പഴയ കാര്യങ്ങൾ നിർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അവസാനിച്ചപ്പോൾ ഈ അമ്മൂമ്മക്രിയുടെ എപ്പിസോഡ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പുതിയൊരു എൻട്രി വന്നിട്ടുണ്ട്, അപ്പച്ചിക്രി. ചോദിച്ചു എന്താ ഈ അപ്പച്ചിക്രി? അപ്പച്ചി എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ അപ്പച്ചി എന്ന് വിളിക്കുന്ന അവരുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണെന്നാണ് മനസ്സിലാവുന്നത്. അവരുടെ ആ കുട്ടിയെ നോക്കാനൊക്കെ നിൽക്കുന്ന ഒരു അപ്പച്ചി, കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരു ലേഡി. അവരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ അവരുടെ വീഡിയോ, അവരുടെ ആ ദിയാകൃഷ്ണ കുട്ടറ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അപ്ലോഡ് ചെയ്ത വ്ളോഗ് നോക്കിയാൽ കാണാം. ഓഡ് വൺ ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒരാൾ മാത്രം വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതിൽ കാണാൻ പറ്റും. അത് ഇപ്പോൾ ആ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ആ വ്ളോഗ് നോക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാവും. കമൻസും ഹൈഡ് ചെയ്തിട്ടുണ്ട്, ചില കമൻസ് എല്ലാം ഒരുവിധം നെഗറ്റീവ് കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സ് പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ എന്തൊക്കെയോ നടന്നു എന്ന് മനസ്സിലാവും. പക്ഷേ പല ആൾക്കാരും അതിനെക്കുറിച്ചെടുത്ത് സംസാരിച്ചിട്ടുണ്ട്.
പറയുന്നുണ്ട്. പിന്നെ റെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇവർ ഫസ്റ്റ് അപ്ലോഡ് ചെയ്താന്ന് മനസ്സിലാവുന്നു, പിന്നീട് ട്രിം ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒറിജിനൽ വ്ളോഗ് കയ്യിൽ കിട്ടി. ഒറിജിനൽ വ്ളോഗ് കയ്യിൽ കിട്ടിയ സമയത്ത് നോക്കുമ്പോൾ ആ അപ്പച്ചി ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പേസ്റ്റൽ ഡ്രസ് കോഡ്, അങ്ങനെ ആ ഒരു ഡ്രസ് കോഡിൽ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ആ അപ്പച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഇപ്പുറം വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ചെറിയ കുട്ടി ഹൻസിക പറയുന്നുണ്ട്. അവർ മാത്രമേ ഇതിനെ വിളിച്ചു വരുത്തി തോന്നുന്നുണ്ട്. ഹൻസിക ഇറ്റ് വാസ് എ ഗുഡ് ജസ്റ്റർ എന്നുള്ള കണ്ടീഷൻ എനിക്ക് മനസ്സിലാകുന്നത്, അറിയില്ല നിങ്ങളുടെ അഭിപ്രായം വേണ്ടിയും. അപ്പോൾ ഇതിനോട് ഇപ്പുറം വന്ന് നിൽക്കാൻ പറയാം, വീഡിയോ കാണിക്കാം. ഇപ്പുറം വന്ന് നിൽക്കാൻ പറയുന്നു. നിൽക്കാൻ പറയുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. വളരെ എനിക്ക് കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോൾ അയ്യോ എന്താ, രണ്ട് രീതിയിലും കാണാം കേട്ടോ, ഞാൻ എല്ലാം പറയാം. അതായത് ഒന്ന്, ഈ കുട്ടിയെ ഈ അപ്പച്ചി തൊടാൻ നോക്കുന്ന സമയത്ത് ഇഷാനി കൃഷ്ണ ഇതിനെ കൈ പിടിച്ച് മാറ്റുന്നു. ഒന്ന് അത് കഴിഞ്ഞിട്ട് സമയത്ത് പിന്നെ സിന്ധു കൃഷ്ണ ഡ്രസ്സ് ശരിയാക്കാൻ പറഞ്ഞു, ഫൈൻ. ഈ അഹാന ഈ അപ്പച്ചീനോട് അവിടെ പോയി ഇരിക്കാൻ പറയാം, അത് ഫോട്ടോ ഒന്നും മാറാം. അവരെ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ സെറിമണി, അത് പറയില്ല, ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു പരിപാടി നടക്കുമ്പോൾ ആ ഒരു സംഭവം കേക്ക് കട്ട് ചെയ്യുന്ന ഇതായപ്പോൾ ഈ അമ്മയെ അവിടെ നിന്ന് മാറ്റുന്നു. ഈ അപ്പച്ചീനെ അവിടെ നിന്ന് മാറിയിട്ട് അവിടെ പോയി ഇരിക്കാൻ പറയുന്നത് ഇൻ്റർനെറ്റിൽ ഭയങ്കര രീതിയിലുള്ള ഡിസ്കഷൻ ആയിട്ടുണ്ട്. അഹാനേനെ സീരിയസ്ലി പറയാം, അഹാന ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു മാർജിൻ ഓഫ് എറർ ഉണ്ടായാൽ മതി, ഇന്ന് അവർ ടക്ക് മുകളിലേക്കാണ്. കാരണം അവർ അങ്ങനെയാണ് അവരുടെ സ്ഥിതി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു അപ്പച്ചി അവിടെ വന്ന് നിന്നത് മുതൽ അഹാനയുടെ ഫേസ് ചേഞ്ച് ആവുന്നു. അവിടെ രണ്ടുപേര് ഈ ഒരു വിഷയത്തിൽ ഡിസ്റ്റർബ്ഡായി നിൽക്കുന്നുണ്ട്. ഒന്ന് അഹാനിയുണ്ട്, ഒന്ന് ഇഷാനുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാം. രണ്ടുപേര് ഡിസ്റ്റർബ്ഡായി നിൽക്കുന്നു. അതിനുശേഷം ഇവരോട് പോയി ഇരിക്കാൻ പറയുന്നു. ഈ ഒരു സംഭവം ഭയങ്കര ഡിസ്കഷനായിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ആസ് യൂഷ്വൽ അവരുടെ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു സാമ്പാർ, ഞാൻ എന്താ പറയാൻ നിൽക്കാറില്ല, ഞാൻ അങ്ങനെ പറഞ്ഞ് തെറ്റാണോ എന്ന് നിൽക്കാറില്ല, എനിക്ക് തോന്നിയാണോ അറിയില്ല, പല ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട് എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ട് മറ്റേ ചങ്ങതി അവിടെ ഉണ്ടാവും. അശ്വിൻ മേ ബി അവനൊരു വിലയില്ലാത്ത പോലെ പലപ്പോഴായിട്ട് പല ആൾക്കാർക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതില്ല. പിന്നെ അതിന് വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, പേരക്കുട്ടറ ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അശ്വിൻ്റെ ഫാമിലിയെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു, അതും അടുത്തൊരു ചോദ്യം. ഭയങ്കര സീരിയസ് സോഷ്യൽ എന്താ പറയുക ടോപ്പിക്കൊന്നും അല്ല കേട്ടോ. എന്നാലും ചില കാര്യങ്ങൾ ഒരുവിധം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നൊരു ഫാമിലിയാണ്, ട്രെൻഡിങ് ആയി നിൽക്കുന്നൊരു വിഷയം ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കാം. ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാ പരിപാടിയും ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇവരുടെ ഈ ഒരു ഫംഗ്ഷൻ. ഈ ലെഫ്റ്റ് സൈഡിൽ വേറൊരു സാരി എടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പച്ചി. ഇതിൽ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, അപ്പച്ചീനെ പറ്റി പറയുന്നു. രണ്ട് പേരാണ് ഇതിൽ ഓഡ് ഓൺ ഔട്ട് എന്ന് പറയുന്നത്. ഒന്ന് അപ്പച്ചി ആ വേറെ കളർ സാരി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേ കളറിൽ നിൽക്കുന്ന അശ്വിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ അപ്പച്ചി ഡ്രസ്ഡ് ആസ് ഇൻ പേസ്റ്റൽ കളർ ഡ്രസ് കോഡ്, അതായത് ഡ്രസ് കോഡ് അണിഞ്ഞു നിൽക്കുന്ന അപ്പച്ചിയായിട്ടാണ് അശ്വിനെ പറയുന്നത്. കാരണം ഇതിന് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ആണ്. യെസ്, കണ്ട ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഒറിജിനൽ വീഡിയോ അല്ല, ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡായി കിടക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഞാൻ കാണിക്കുന്നതിന് മുന്നേ ഇവരിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു. ഇവരെ അപ്പുറത്തേക്ക് വിളിക്കുന്നത് ഹൻസികയാണ് കേട്ടോ. ഹൻസിക, യെസ്, ആ ചെറിയ കുട്ടി, രണ്ടാമത്തെ കുട്ടി ഹൻസിക ഇവരെ അപ്പുറത്തേക്ക് വിളിക്കുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. റൈറ്റ് സൈഡിൽ ഇവർ ഈ കുട്ടിയെ തൊടുന്നുണ്ട്. ഇവർ ഈ കുട്ടിയെ എന്തോ എന്താ കാണിക്കില്ല, അവർ കൈ അങ്ങോട്ട് കൊണ്ടുപോകുന്നതോട് കൂടി ഇവരുടെ കൈ ഈ മറ്റേ ഇഷാനി പിടിച്ച് മാറ്റുകയാണ്. ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുകയാണ്. അവരെന്തോ കുട്ടിനെ കളിപ്പിക്കാൻ നിൽക്കുക, കുട്ടിയുടെ കാല് തൊടാൻ നിൽക്കുക, എന്തോ സന്തോഷമായിട്ട് അവർ ചെയ്യാൻ നിന്നതാണ്. അപ്പോൾ നേരെ അവിടുന്ന് ഇഷാനി അതിൻ്റെ കൈ പിടിച്ച് മാറ്റുന്നു. കണ്ടോ, കൈ ഒറ്റയടിക്ക് പിടിച്ച് മാറ്റി. ഇത് കഴിയുമ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ഈ വ്ളോഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നത് ഈ അമ്മമ്മ ഈ അപ്പച്ചി ഇവിടുന്ന് പോകുന്ന അപ്പച്ചിയോട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു എന്നാണ് മനസ്സിലാവുക. അതായത് ഇങ്ങനെ നിൽക്കുന്നു, അപ്പച്ചി ഇവിടുന്ന് പോവും. ഓക്കെ, ഈ പോയ അപ്പച്ചിനോട് ഇരിക്കാൻ പറയണ ഹൻസികനെ കാണുന്നത്. കാരണം ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ അറിയോ,
അതിനെന്താ അപ്പച്ചി അവിടുന്ന് പോയതല്ലേ, പോയ അപ്പച്ചിനോട് ഇരിക്കാൻ പറയല്ലേ അഹാന ചെയ്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാവുക. പക്ഷേ അതല്ല സത്യത്തിലുണ്ടായത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫൂട്ടേജ് നമ്മുടെ റെഡിറ്റിലുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കണ്ടോ കണ്ടോ അപ്പച്ചി അവിടെ ഇരുന്നോ. അവിടെ നിന്നിരുന്ന അപ്പച്ചീനെ അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് അഹാന പറഞ്ഞു. അപ്പോൾ അവിടെ അഹാന അങ്ങനെ ഒരു പരിപാടി കാണിച്ചു. അഹാനയാണ് അവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഫ്രെയിമിന് ഇതിനെ 2 രീതിയിൽ വേണമെങ്കിൽ കാണാം. ഒരു ഇത് പറഞ്ഞാൽ അവർ വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവരെല്ലാം നോക്കുന്ന സ്ത്രീ. അപ്പോൾ അവരൊരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവരവിടെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം അവർക്ക് എല്ലാവരും കൂടി അവരുടെ പേഴ്സണൽ സ്പേസ് വേണമായിരുന്നു. ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ദി സോ കോൾഡ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് കൊണ്ടുവന്നിടാനും അവരുടെ ആ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പുറത്തേക്ക് കാണിക്കുന്ന ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ടൈം അല്ലേ, മൊമെൻറ്റ് അല്ലേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അപ്പച്ചീനെ അവിടുന്ന് അവർ മാത്രം മതി എന്നുള്ള കണ്ടീഷനിൽ അവിടെ അതാണ് അവർ ഉദ്ദേശിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിലാണ് പറയുന്നത്. അവിടെയൊക്കെ നമ്മളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. കാരണം പല ആൾക്കാരുടെ വീട്ടിലും പല പോലെ ആയിരിക്കും. അവരവിടെ വന്നിട്ട് വളരെ സന്തോഷമായിട്ട് അവരവിടുന്ന് ഓടിച്ചിട്ട് ഇങ്ങോട്ടാക്കിയത് അത് ശരിയായില്ല എന്ന് ഫീൽ ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കേസ് ഇതേ ഉള്ളൂ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവരിനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്ന സമയത്ത് 10 വട്ടം ആലോചിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ്. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോവാം. ഇതിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ചില കമൻറ്റ്സ് കാണാം. അതിലൊരു കമൻറ്റ് വരെ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സംവേദ് കി മോം എന്നിട്ട് ടു ഓൾ ദി പീപ്പിൾ ക്രിട്ടിസൈസിങ് ഇൻ ദി കമൻറ്റ്സ് about Apache being asked to sit aside, wouldn't you want a family picture with just your sister and immediate family in a milestone birthday party of the first baby in your family? അതായത് അപ്പച്ചിനെ മാറിയിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കും വേണ്ടി വരില്ലേ നിങ്ങളുടെ ആ വീട്ടിലുള്ള ഒരു കുട്ടിയുടെ ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ആ കുട്ടിയുടെ ഒരു മൈൽ സ്റ്റോൺ ബർത്ത്ഡേ പാർട്ടിക്ക് ഓഫ് ദി ഫസ്റ്റ് ബേബി, അതായത് ആദ്യത്തെ കുട്ടിയുടെ മൈൽ സ്റ്റോൺ ബർത്ത്ഡേ പാർട്ടിക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി പിക്ചർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? ദിസ് ഇസ് അൺനെസസറി നിറ്റ് പിക്കിങ്. അത് അനാവശ്യമായിട്ടുള്ള കൊത്തിപ്പറക്കല്ലേ. Just because you dislike someone or something they said or did, not everything they do is wrong. Sometimes when you have nothing nice to say, don't say anything at all. എന്നിട്ടൊരു കമൻറ്റ് അവർ പിൻ ചെയ്തിട്ടിരുന്നു. ഇപ്പോൾ ആ കമൻറ്റ് ഒന്നുമില്ല. ഈ ഒരു കമൻറ്റിൽ ഇവർ പറയുന്നുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കമൻറ്റ് ഇങ്ങനെ എഴുതിയല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വാസ് നോട്ട് ഫോർ എ ഫാമിലി പിക്ചർ. അവിടെ ഒരു കട്ടിങ്, ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുമായിരുന്നു. ഇതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ആരും അല്ല കേട്ടോ. അവരവരുടെ കാര്യങ്ങളായിട്ട് പോയിക്കോട്ടെ. എന്നാൽ ഞാൻ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ എന്നുള്ള കണ്ടീഷനിൽ പറയാം. ഇത് അവരുടെ പിന്നെ എന്താ പറയുക, അതവിടെ ഒരു ഫാമിലി പിക്ചർ എടുക്കുന്നത്, ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ മാത്രമായിട്ടൊരു പിക്ചർ എടുക്കുകയാണെങ്കിൽ തിരക്കില്ല. അവർ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ കേക്ക് കട്ട് ചെയ്യുന്ന സെറിമണി, ആ സെറിമണിയിൽ അവർ വേറെ ആരും ഉദ്ദേശിച്ചിട്ടില്ല. ആ ഒരു സെറിമണിയിൽ അവരുടെ ആൾക്കാർ മാത്രമേ അവർ നിന്നാൽ മതി, ബാക്കിയുള്ളവർ പോയിക്കോട്ടെ എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ ആ കുട്ടറെ കാലം ഇടാൻ പോയപ്പോൾ എന്തോ തട്ടിമാറ്റൊക്കെ ചെയ്തു. എന്താണ് അതിൻ്റെ കാരണം എനിക്കറിയില്ല. എന്തായാലും അതിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പിന്നെ ക്രിറ്റിസിസം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഡിസ്കഷൻ ആയിട്ടുള്ളത്, വേർ ഈസ് അശ്വിൻസ് ഫാമിലി, വൈ ഡിൻ ദേ ഇൻവൈറ്റ് ദം ടു ദി ഫംഗ്ഷൻ? കറക്റ്റ്, അത് അവരുടെ കൂടെ കുട്ടിയല്ലേ, ഇവർക്ക് അശ്വിനെ മാത്രം മതി, അതിന് പോലും ഒരു വില കൊടുക്കുന്നില്ല പിന്നെയാണെന്ന്. അത് അശ്വിന് പോലും ഒരു വില കൊടുക്കുന്നില്ല പിന്നെയാണെന്നുള്ളത്. പിന്നെ ഇനി അടുത്തത് ഇതുപോലെയാണ് ഈ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് പോണത്. ഹൻസു ആണ് അപ്പച്ചീനെ സൈഡിലേക്ക് വിളിച്ചത്. അതൊക്കെ ആൾക്കാർ കണ്ടിരിക്കണം കേട്ടോ. ഹൻസു ആ കുട്ടിയാണ് ഇതിനെ വിളിച്ചിട്ടുള്ളത്. വേർ ഇസ് അശ്വിൻസ് ഫാമിലി? അപ്പോൾ ആ കുഞ്ഞ് അശ്വിൻ്റെ ഫാമിലിയിൽ പെടില്ലേ? ഫാമിലി അല്ലെങ്കിൽ വീട്ടിലിരുത്തിയാൽ പോലെ ഒരുപാട് സെൽഫിഷ് ആവരുത് മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസ് ഉണ്ട്. എന്തായാലും ആ ഒരു കമൻറ്റ് സെക്ഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആണ് ഇവരെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരത്ര അധികം അവരുടെ ഗുഡ് സൈഡ് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരെ ഒരുപാട് പേര് വിമർശിക്കാനുണ്ടാവും. അതിന് യാതൊരുവിധ സംശയമില്ല. കാരണം ആൾക്കാർക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതുകൊണ്ടാണ് അവർ വളർന്നിട്ടുള്ളത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെറിയ കാര്യങ്ങൾ എന്ത് ചെറിയ കാര്യം പറഞ്ഞാൽ മാർജിൻ ഓഫ് എറർ വളരെ കുറച്ച് അവർക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ ടോപ്പിക് ഓഫ് ഡിസ്കഷനായിട്ട് മാറുമെന്നുള്ള യാതൊരുവിധ സംശയമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അവരുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ അപ്പച്ചൻ എന്താ അപ്പച്ചനല്ല ഉപരബന്ധ അപ്പൂപ്പ മർദ്ദനം, അമ്മൂമ്മത്തെറി, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം CCTV വിഷ്വൽസ് പുറത്തു വിടുക. സ്വന്തം വീട്ടിലുള്ള ഏറ്റവും ഞാൻ അത് കേട്ടിട്ടാണ് ഞെട്ടിപ്പോയത്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചെയ്യേണ്ടായിരുന്നു ഈ വീഡിയോ, പക്ഷെ അത് മാത്രമായിട്ട് സംസാരിക്കാനൊന്നുമില്ലല്ലോ. സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ CCTV, സ്വന്തം അമ്മ അച്ഛനെ അടിക്കുന്നു എന്നുള്ള CCTV വിഷ്വൽസ് എങ്ങനെ പുറത്തു വന്നു? ഇവരെടുക്കാത്തതൊക്കെ പുറത്തു വരുമോ? ഞാനതാ ചിന്തിക്കുന്നത്. സിന്ധു കൃഷ്ണ അവിടുന്ന് എടുത്തിട്ട് സിന്ധു കൃഷ്ണ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ അവരുടെ ആ ഒരു CCTV വിഷ്വൽ എടുത്തിട്ട് പുറത്തേക്ക് വിട്ടിട്ടല്ലേ ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മമ്മ അടിക്കണത് ഒരു വെടിക്കുള്ള മരുന്ന് ആ അമ്മമ്മയുടെ കയ്യിലുണ്ട് ഞാൻ ആദ്യം സമയത്ത് പറഞ്ഞു. എന്തായാലും ഇതൊക്കെ പുറത്തേക്ക് വിട്ടു. ഇതിനൊക്കെ പുറമെ ഇവർ ഓരോ കാര്യങ്ങളും ഒന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യായീകരിച്ച് പറഞ്ഞാൽ കാരണം അവർക്ക് ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ സോഷ്യൽ മീഡിയ കൊണ്ട് വളർന്നു വന്ന ആൾക്കാരാണ്. അവർ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഓൾറെഡി വെൽ എന്നൊക്കെ പറയും. അല്ലല്ല, സോഷ്യൽ മീഡിയ കൊണ്ട് പോപ്പുലർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഒരുപാട് ഡിസ്കഷൻ അവർക്കെതിരെ വരുന്നു കേട്ടോ. ബുള്ളി ചെയ്തു, കോളേജ് ലൈഫിൽ ബുള്ളി, അതൊന്നും പിന്നെ ഞാൻ എടുക്കുന്നേ ഇല്ല. നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓരോ പ്രാവശ്യം പറയുന്ന പോലെ ഈ വിഷയം നമുക്ക് നിർത്തുക. ഞാനും പറഞ്ഞ പോലെ വിഷയം നിർത്തുക എന്ന് പറയുന്ന സമയത്ത് പുതിയൊരു കാര്യങ്ങൾ കൊണ്ടുവരും. ഇനി ഇതിൻ്റെ എന്തൊക്കെ എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് അറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് കണ്ടു, ദിയാകൃഷ്ണയുടെ സ്റ്റോറി കണ്ടു. എന്താണത് എടുക്കട്ടെ ഒരു മിനിറ്റ് കേട്ടോ. ദിയാകൃഷ്ണയുടെ സ്റ്റോറി ഓൺ ദിസ് ഡിവൈസ്. യെസ്, ദിയാകൃഷ്ണയുടെ സ്റ്റോറി ഇങ്ങനെയാണ്: നോട്ട് ഹാവിങ് ദി ഏർജ് ടു എക്സ്പ്ലെയിൻ ഓർ ഡിഫെൻഡ് യുവർ സെൽഫ് ഇസ് റിയൽ പീസ്. അതായത് സ്വയം ഇങ്ങനത്തെ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആ ഒരു ഇത് എന്തായാലും പറയുക, ആ ഒരു ഇത് ഏർജ് ഇല്ലാത്തത്, ഡിഫെൻഡ് ചെയ്യാനില്ലാത്തത്, അതാണ് യഥാർത്ഥ പീസ്. ഒന്നുമില്ല സത്യത്തിൽ. പീസ് പോയിട്ട് യാതൊരു വസ്തു, ഒരു സമാധാനം, ഒരു മനസ്സമാധാനം, ഒരു പീസ് അല്ലെങ്കിൽ ഒരു വസ്തു അവർക്കില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. കാരണം അവർ അത്രയും വളരെ റഫ് ടൈംസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇങ്ങനെ പണ്ട് അവരുടെ ഓബയോസിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ള സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നീട് അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ, നമ്മളിപ്പോൾ ഇതൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നീട് അവരുടെ ഫാമിലിയിലൊരു പ്രശ്നം വന്നപ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ജ്വല്ലറിയിൽ ആ ഒരു പെൺകുട്ടികളെ തട്ടിപ്പിൻ്റെ കേസ് വന്ന സമയത്ത് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും അവർക്ക് കംപ്ലീറ്റ് പോസിറ്റീവായി. പക്ഷേ ഇപ്രാവശ്യം അവിടെ ക്രൂശിക്കപ്പെടുന്നത് പഴയ പോലെ അഹാന കൃഷ്ണയാണ്. ദി സോ കോൾഡ് ക്ലീൻ ഇമേജുള്ള ആ ഒരു വീട്ടിൽ എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുള്ള, ഓരോ വീട്ടിലും ഓരോ ഒരു വ്യക്തിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.